ഇൻഹെറിറ്റൻസ് ടാക്സ് ഇന്നൊരു വലിയ കോൺട്രവേഴ്സിയായി മാറിയിരിക്കുന്നു. ഇലക്ഷൻ സമയത്ത് കോൺഗ്രസിൻ്റെ സാം പെട്രോഡ പറഞ്ഞു ഇന്ത്യക്ക് ഇൻഹെറിറ്റൻസ് ടാക്സ് സ്റ്റാർട്ട് ചെയ്യാം കോൺഗ്രസ്സിന് എന്നുള്ള രീതിയിൽ അഭിപ്രായം പറഞ്ഞു. അത് അമേരിക്കയിലൊക്കെ ഇൻഹെറിറ്റൻസ് ടാക്സ് ഉണ്ട്, 40-50% ഉണ്ട്, 55% ഉണ്ടെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. അവിടെ തന്നെ വലിയ ബഹളമായി. ബഹളമായെന്ന് പറഞ്ഞാൽ അത് ഇലക്ഷൻ സമയമായതുകൊണ്ടാണ് മോദി അത് വലിയ ഇഷ്യൂ ആയിട്ട് മാറ്റി കോൺഗ്രസിന് നയമാണെന്നുള്ളത്. അതിപ്പോൾ ഇലക്ഷൻ സ്റ്റണ്ടായിട്ട് ഞാൻ കണക്കാക്കുന്നുള്ളൂ. ഇന്നലെ ഇലക്ഷൻ കഴിഞ്ഞു. ഇനിയിപ്പം കേരളത്തിലെ ഇപ്പം മലയാളത്തിലിപ്പോൾ അതിനെക്കുറിച്ച് തുറന്ന അഭിപ്രായം പറയുന്നതിൽ തെറ്റൊന്നുമില്ല. അമേരിക്ക, UK ഇങ്ങനെ പല സ്ഥലങ്ങളിലും ഇൻഹെറിറ്റൻസ് ടാക്സ് ഉണ്ട്. അത് ഈ പറഞ്ഞ 40-50% ഉണ്ട്. ചിലയിടത്തൊക്കെ. Let me tell you, in America, there is an inheritance tax. So if, let's say, one has $100 million worth of wealth, and when he dies, he can only transfer probably 45% to his children. 55% is grabbed by government. Now that's an interesting law. It says, you in your generation made wealth, you are leaving now. അപ്പോൾ അയാൾക്കിപ്പോൾ ഒരു അതിലൊരു തെറ്റിദ്ധാരണകളുണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇൻഹെറിറ്റൻസ് ടാക്സ് ബാധകമാണെന്ന് അല്ല. അത് സെർട്ടൻ വളരെ റിച്ച് ആയിട്ടുള്ളവർക്ക് മാത്രമേ ബാധകമായിട്ടുള്ളൂ. ഇപ്പോൾ അമേരിക്കയിലെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ 10-11 ഇടയ്ക്ക് മില്യൺ അമേരിക്കൻ ഡോളർ അതിന് കൂടുതലുള്ള അമേരിക്കൻ പൗരന്മാരുടെ സ്വത്ത് ട്രാൻസ്ഫർ അതിൽ മാത്രമേ ടാക്സബിൾ ആവുകയുള്ളൂ. അപ്പോൾ അതിന് 10 മില്യൺ എന്ന് പറഞ്ഞാൽ 1 മില്യൺ 10 ലക്ഷമാണ്. അപ്പോൾ 10 മില്യൺ എന്ന് പറഞ്ഞാൽ 1 കോടി അമേരിക്കൻ ഡോളർ. 1 കോടി അമേരിക്കൻ ഡോളർ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ എക്സ്ചേഞ്ച് റേറ്റ് 83 രൂപയാണ് 1 ഡോളർക്ക്. അപ്പോൾ അതായത് 83 കോടി രൂപയുടെ അമേരിക്കയിൽ 83 കോടി രൂപ അല്ലെങ്കിൽ ഒരു എങ്കിലും ഉള്ള ആൾക്കാർ അവരുടെ സ്വത്തിന് അവർ മരിക്കുമ്പോൾ മാത്രമേ ടാക്സ് അടയ്ക്കുകയുള്ളൂ. അതും അത്രയും രൂപയിൽ അവർ ടാക്സ് അടയ്ക്കപ്പെടുന്നില്ല. അവർക്ക് 53 കോടി രൂപ അവരുടെ കയ്യിൽ തന്നെ ഇരിക്കും, അവർക്ക് മുകളിൽ ട്രാൻസ്ഫർ ചെയ്യാം. അതിന് മേലെയുള്ള എമൗണ്ട് ഇപ്പോൾ 83 എന്ന് പറഞ്ഞാൽ 83 അല്ല, അത് കൃത്യമായിട്ടുള്ള ഒരു കണക്കല്ല. എന്നാലും അതിന് മേലെ ഇപ്പോൾ 200 കോടി രൂപയുണ്ട്. അപ്പോൾ ബാക്കി ഉള്ള 80 കോടി രൂപയുടെ ടാക്സ് ഒന്നുമില്ല. മക്കൾക്കോ ആർക്കെങ്കിലും കൊടുക്കാം, ഭാര്യയ്ക്കോ ഒക്കെ കൊടുക്കാം. പക്ഷേ അയാൾ മരിക്കുമ്പോൾ എഴുതി വയ്ക്കാൻ കൊടുക്കും. പക്ഷേ അതിന് മേലെയുള്ള സ്വത്ത് ട്രാൻസ്ഫർ ചെയ്യാൻ നേരത്ത് സർക്കാർ ഒരു ടാക്സ് അടിക്കും. അതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വളരെ സ്ലാബുകളിലാണ് അത് അടയ്ക്കണത്. ഇപ്പോൾ ആ ഒരു 10.2 മില്യൺ ഡോളറിനാണ് അവർ വെച്ചിരിക്കണത്. അതിലിപ്പോൾ 11 മില്യൺ ആകുമ്പോഴേക്കും ഒരു വലിയ ടാക്സ്, 10 മില്യൺ ആണെങ്കിൽ ടാക്സ് ഇല്ല. അങ്ങനെയല്ല, 11 മില്യൺ ആണെങ്കിൽ 10.2 മില്യൺ ഡോളറിന് മേലെ ഉള്ള 11 മില്യൺ മേലെ ഉള്ള സാധനത്തിനൊരു സ്ലാബ്. അപ്പോൾ 11 മില്യൺ തൊട്ട് ഡോളർ മുതൽ 12 മില്യൺ ഡോളർ വരെ ഉള്ളതിന് വേറൊരു റേറ്റിൽ 20% അങ്ങനെയൊക്കെ ടാക്സ്. പിന്നെ 11 മില്യൺ തൊട്ട് 15 മില്യൺ വരെ അങ്ങനെ നമ്മുടെ ഇൻകം ടാക്സ് റേറ്റ് പോലെ തന്നെ സ്ലാബായിട്ടാണ്. പിന്നെ അപ്പോൾ കുറേശ്ശെ ടാക്സ് കൂട്ടി വന്ന് ഇപ്പോൾ വലിയ സ്വത്തൊക്കെ ഉള്ളവർക്കെന്ന് പറഞ്ഞാൽ 1000 കോടി രൂപ, അതായത് ഡോളറിലിപ്പോൾ 10 മില്യൺ ആണല്ലോ അവർ പറഞ്ഞ. അങ്ങനെ 50 മില്യണൊക്കെ ഉണ്ടെങ്കിൽ ഡോളറും ഒക്കെ ഉള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ബില്യണേഴ്സ് ഉണ്ടല്ലോ, അവർക്കൊക്കെ ടാക്സ് കൊടുക്കണം. അവരൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഈ എമൗണ്ട് 10 മില്യൺ ഡോളർ കൊടുക്കുന്നതിന് ടാക്സ് കൊടുക്കണ്ട. ബാക്കി അതിന് മേലെ ഉള്ളതിനൊക്കെ പകുതി പൈസ, ഏകദേശം 50% നമ്മുടെ അമേരിക്കൻ സർക്കാർ എടുക്കുകയാണ്. എന്നാലും ഉണ്ടല്ലോ ബാക്കി. ഇപ്പം 100 മില്യൺ ഡോളറുള്ള 1 ബില്യൺ അല്ല ഒരു മുതലാളി ഇവിടെ മരിച്ചു. അവിടെ ഒരു ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ബില്യണയർ എന്നൊക്കെ പറഞ്ഞിട്ട്. അവരൊക്കെ അവരുടെ അധ്വാനം കൊണ്ടുണ്ടാക്കാൻ മിടുക്കന്മാരാണ്, അതീവ സമർത്ഥ്യമുള്ളവരാണ്. അവർ മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം കൂടി കൊള്ളയടിച്ചിട്ടൊന്നുമില്ല. അവർക്ക് അത്ര വലിയ സ്നേഹമുള്ള മക്കളും കുടുംബം അങ്ങനെയുള്ളൊരു ഇതുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം അവർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കില്ല. അത് 50% കൊടുത്താൽ പോരെ. 50
ബാക്കി 90 ലക്ഷം രൂപ, 10 മില്യൺ ഡോളറിന് മേലെ 90 മില്യൺ ഡോളറുണ്ട്. അതിൻ്റെ 90 മില്യൺ ഡോളറിൽ ഫുള്ള് ഒരു അധ്വാനം ചെയ്യാത്ത കുട്ടിക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. അതിലൊരു 40 മില്യൺ ഡോളറൊക്കെ എടുത്തിട്ട് ബാക്കി 50 മില്യൺ കുട്ടിക്ക് കൊടുത്താൽ പോരെ. കുട്ടിക്കാണ് കൊടുക്കണമെങ്കിൽ അവിടെ അങ്ങനെ കുട്ടികൾക്ക് ഒക്കെ കൊടുക്കലൊക്കെ കുറവാണ്. ഒരു മിനിമം 3 കിട്ടിയിട്ടുണ്ടാവും, 2-3 കിട്ടിയിട്ടുണ്ടാവും ഒരു നല്ല ശതമാനം ആൾക്കാർ. ആദ്യത്തെ വൈഫിനെ ഡൈവോഴ്സ് ചെയ്തു, പിന്നീട് വൈഫിനെ കഴിച്ചു, അങ്ങനെയൊക്കെയാണ് അവരുടെ പരിപാടികൾ. അപ്പം വൈഫിനെ ഡൈവോഴ്സ് ചെയ്യണമെങ്കിൽ പൈസ കൊടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. ഒരു സ്വത്ത് ആ സമയത്ത് തന്നെ നല്ലൊരു ശതമാനം കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു നാടാണത്. അപ്പം നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളൊക്കെ മരിച്ച അച്ഛൻ എല്ലാ സ്വത്തും മക്കൾക്ക് വേണ്ടി കൊടുക്കുക. അപ്പോൾ അങ്ങനെ എഴുതി വയ്ക്കുക, മക്കൾ അച്ഛനെ നോക്കുക അവസാന നിമിഷം വരെ. അങ്ങനെയൊക്കെ ഒരു സ്നേഹമുള്ള കുടുംബ ബന്ധങ്ങൾ ശക്തമായ നാടാണ് ഇന്ത്യ. അപ്പോൾ ഇപ്പോൾ എല്ലാ കുടുംബമൊന്നുമല്ല, ചില കുടുംബത്തിൽ അച്ഛനും മക്കളും തമ്മിൽ ഭയങ്കര വഴക്കാണ്. അതിപ്പം അടുത്തിടയ്ക്ക് തന്നെ നമ്മൾ കണ്ടു, റെയ്മണ്ട് കമ്പനിയുടെ മുതലാളിയും മകനും തമ്മിൽ മകനും പരസ്യമായിട്ട് വന്നിട്ട് പറയുകയാണല്ലോ. കാരണം അത്രയും മോശമായി അവരുടെ റിലേഷൻഷിപ്പ്. വളരെ സെൽഫിഷായിട്ടുള്ള മകനായിരുന്നു. അപ്പോൾ അച്ഛന് ഉപദ്രവമായിരിക്കണം. അപ്പോൾ അച്ഛൻ്റെ സ്വത്ത് മകനെ എഴുതി വെച്ചു, അതുമണി അയാൾ തട്ടിയെടുത്തു. അപ്പോൾ അന്നൊക്കെയാണ് പറയുന്നത്, എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് അറിയില്ല. പക്ഷേ അതുപോലെ ചില സമയത്ത് ഉണ്ടാവാം. പക്ഷേ അവിടെ അംബാനിയൊക്കെ ആണെങ്കിൽ അങ്ങനെയല്ലല്ലോ. അംബാനിയിലൊക്കെ സ്വത്ത് മക്കൾക്ക് കൊടുത്തു. മക്കൾ 2 ലൈനിൽ, അതായത് കുറച്ച് ഇപ്പോൾ അവർ തമ്മിൽ വഴക്കായി. അപ്പോൾ ഒരു മകൻ ഭാഗ്യം കൊണ്ട് വളരെ നന്നായി വലിയ പണക്കാരനായി. മറ്റേ മകൻ എന്തിലൊക്കെ കുടുങ്ങി നഷ്ടം വന്നിട്ട് കടത്തിൽ വന്ന് കൂപ്പുകുത്തി. അവരുടെ അമ്മ ജീവിച്ചിരുന്നുകൊണ്ട് ജയിലിൽ പോകാതെ അനിൽ അംബാനീനെ രക്ഷിച്ചു എന്നുള്ളതാണ്. പക്ഷേ മറ്റേ മൂത്ത മകനോട് മുകേഷ് അംബാനിയോട് പറഞ്ഞ് കാശൊക്കെ കൊടുത്ത് അനിൽ അംബാനിയെ ജയിലിൽ പോകാതെയൊക്കെ കടമൊക്കെ എടുത്തു എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെയൊക്കെയുള്ള കുടുംബ ബന്ധങ്ങളാണ് ഇവിടെ ഉള്ളത്. ബിസിനസ്സുകാരൊക്കെ വലിയ. അപ്പോൾ നമ്മൾ എന്തിനു വേണ്ടി അമേരിക്കയുടെ പ്രകാരം എന്തിനാണ് ഇൻഹെറിറ്റൻസ് ടാക്സ് ചുമത്തുന്നതെന്ന് വെച്ചാൽ, നമ്മളൊക്കെ കുട്ടികളായിട്ട് ജനിക്കുമ്പം വളരുന്നു. അപ്പോൾ മിക്കവാറും പേർക്കൊന്നും അങ്ങനെ സ്വത്തുക്കളൊന്നും പരമ്പരാഗതമായിട്ട് കിട്ടാനൊന്നും ഉണ്ടാവില്ല. വിദ്യാഭ്യാസമൊക്കെ ചെയ്ത് ചില കുട്ടികളെ വിദ്യാഭ്യാസമൊക്കെ അച്ഛനും അമ്മയും ഒക്കെ ചിലവാക്കി പോകും. ചിലപ്പോൾ അത് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ കുട്ടികൾ വളരെ മോശം സാഹചര്യത്തിലായിരിക്കും വളരുക. എന്നാൽ ബിസിനസ്സുകാരുടെ മക്കളെന്ന് പറയുമ്പോൾ നല്ല രീതിയിലൊക്കെ വളരും. അപ്പോഴേക്കും പിന്നെ അവർ അച്ഛനും അമ്മയും ഒക്കെ തമ്മിലുള്ള ബന്ധമൊക്കെ അത്ര നല്ലതല്ലെങ്കിൽ അവർ പിന്നെ ബന്ധം തുടർന്നിങ്ങനെ അടിയും പിടിയായിട്ട് നടക്കില്ല. അവരെന്ത് ചെയ്യും, അവർ രണ്ടുപേരും കൂടി തീരുമാനിക്കും, ഞങ്ങൾക്ക് പിരിയാം, നമുക്ക് ഉള്ള പിരിയുമ്പോൾ ഇപ്പോൾ അയാൾ പൈസക്കാരനാണെങ്കിൽ അയാളുടെ ഭാര്യയ്ക്ക് നല്ല പകുതി സ്വത്ത് കൊടുക്കേണ്ടി വരും. അവരല്ലെങ്കിൽ അവർ കേസ് കൊടുത്ത് വാങ്ങിക്കും അത് മക്കളെ നോക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ അവരുടെ ഭയങ്കര എന്നിട്ട് അവർ വേറെ അങ്ങനെയൊക്കെയാണ് അവിടുത്തെ കൾച്ചർ. അപ്പോൾ അവർ മക്കൾക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ചില മില്യണേഴ്സ് കൊടുക്കാറ് തന്നെ ഇല്ല. ഇപ്പോൾ ജാക്കി ചാനൊക്കെ പറയണ മക്കൾ അധ്വാനിച്ച് ജീവിക്കണം, ഞാനൊക്കെ അധ്വാനിച്ചുണ്ടാക്കിയ പൈസയാണ്, മക്കളും അധ്വാനിച്ചു, ഞാൻ ഒരു പൈസയും കൊടുക്കില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നൊരു സാഹചര്യമുള്ള അവിടെ ബിൽഗേറ്റ്സ് ഇങ്ങനെ ഇവരൊക്കെ വലിയ ഒരു ചാരിറ്റിക്ക് കൊടുക്കേണ്ടത് അവരെ. അപ്പോൾ ഒരു കോടിക്കോടി രൂപ ഇൻ്റർനാഷണലായിട്ട് ചാരിറ്റബിൾ ഓർഗനൈസേഷൻസിന് വെറുതെ കൊടുക്കുകയാണ്. അപ്പോൾ 90% കൊടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. എന്നാലും അവർക്ക് ബാക്കി ഉണ്ടാകുന്നു. അത്രയും തന്നെ വിൻഡോസ് എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് അത്രയധികം വരുമാനം ബിൽഗേറ്റ്സിനുണ്ടല്ലോ. അല്ലെങ്കിൽ ഇപ്പോൾ ഫേസ്ബുക്കിൻ്റെ മുതലാളി, അല്ലെങ്കിൽ ഇപ്പോൾ എലോൺ മസ്ക് എന്നൊക്കെ പറഞ്ഞ ബില്യനേഴ്സാണ്. അപ്പോൾ ഇവരൊക്കെ മക്കൾക്ക് ഫുള്ള് കൊടുത്തിട്ട് പോകണം എന്നൊന്നും, അങ്ങനെ ടാക്സ് വെട്ടിക്കണം അങ്ങനെയൊന്നും ആഗ്രഹമൊന്നും ഉണ്ടാവില്ല. കാരണം മക്കൾക്ക് എത്ര കൊടുത്താലും അത്ര വലിയ ഇതാണ്, മക്കൾക്ക് ജീവിക്കാനുള്ളതൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ കുട്ടി ജനിച്ച് വളരിപ്പോൾ അവർ സ്വത്തുണ്ടാക്കുന്നുണ്ട്, ജീവിച്ചിരിക്കുമ്പോൾ സ്വത്തുണ്ടാക്കാത്തോളം ഉണ്ടായിക്കോട്ടെ. അപ്പോൾ മരിച്ചു കഴിയുമ്പോൾ ഈ സ്വത്ത് സമൂഹത്തിൽ നിന്നാണ് ഉണ്ടാക്കിയത്, അതായത് സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിളാണ്. അപ്പം സോഷ്യലിസം റഷ്യയിലേ ഉള്ളൂ, സോവിയറ്റ് യൂണിയനിലേ ഉള്ളൂ. ഞങ്ങൾ സോഷ്യലിസത്തിൻ്റെ കുത്തകയാണെന്ന് പറഞ്ഞുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊക്കെ ഇരിക്കുന്നൊരു ലോകമാണുള്ളത്. എന്നിട്ട് അതിന് മേലെ ഒരു ഡിക്റ്റേറ്റർ കയറിയിരുന്ന് ബാക്കിയുള്ളവരെ എല്ലാം ഉപദ്രവമുണ്ടാക്കുന്ന ഇപ്പോൾ കിങ് ജോങ് ഉന്നിൻ്റെയൊക്കെ കഥ കേട്ടില്ലേ. അപ്പോൾ അങ്ങനെയൊന്നും അല്ല, ഈ അമേരിക്കയിലുണ്ട് സോഷ്യലിസം എന്നുള്ളതിൻ്റെ തെളിവാണ്. ഒരുപാട് പൈസയുള്ള ആൾക്കാർ മരിക്കുമ്പോൾ അത് വെൽത്ത് റീഡിസ്ട്രിബ്യൂഷൻ എന്നാണ് പറയുന്നത്. അവരുടെ സ്വത്ത് സമൂഹം ഏറ്റെടുത്ത് ഒരു പർപ്പസിനായിട്ട് ഉപയോഗിക്കാം.
അവർക്ക് സർക്കാർ ഏറ്റെടുക്കുന്ന സ്വത്ത് മുഴുവൻ അവർക്ക് ചാരിറ്റബിൾ പ്രവർത്തനങ്ങൾ, ഹോസ്പിറ്റൽ ഉണ്ടാക്കാനും സ്കൂൾ ഉണ്ടാക്കാനും ഒക്കെ ഉപയോഗിക്കാമല്ലോ, പല കാര്യത്തിനും ഉപയോഗിക്കാമല്ലോ. ഒന്നുമില്ലെങ്കിൽ ഒരു പാർക്കോ പ്ലേ ഗ്രൗണ്ടോ ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ഇതിങ്ങനെ നമ്മളിവിടെ ഉണ്ടല്ലോ അങ്ങനെ. ഇപ്പോൾ നാൾ നമ്മളറിഞ്ഞ ആർക്കാണ്ടോ ഒരു വ്യക്തിക്ക് 1000 ഏക്കറിൻ്റെ സ്ഥലമാണ് വയനാട്ടിൽ ഉള്ളത്. അതിൽ ഒരു എയറോഡ്രോം പണിയണമെന്നൊക്കെ. അപ്പോൾ അയാൾക്ക് വേറെ സ്ഥലങ്ങളിലൊക്കെ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ടാവും. അത്രയും വലിയ പണക്കാരൊക്കെ ഇവിടെ ഉണ്ട്. സ്വർണ്ണം മുതലാളികൾ, കള്ളക്കടത്ത് മലയാളികൾ, അങ്ങനെ പലതരം മുതലാളിമാരുണ്ടല്ലോ. അപ്പോൾ എങ്ങനെയായാലും അതേസമയം വേറെ ഉള്ളവർക്കൊരു 2-3 സെൻറ്റ് സ്ഥലമില്ലാണ്ട് കൂരയിൽ ജീവിക്കുന്നവരിഷ്ടം പോലെ. നമ്മളെ ഇവിടെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ എന്ത് ചെയ്യുന്നവർക്ക് വേണ്ടിയത് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. ഇവർ എങ്ങനെ ഇവിടെ ഇപ്പോൾ ഇത്രയും സ്വത്തുക്കളുള്ള ഒരു സൈഡിൽ അവർക്ക് പണ്ട് ഭൂനിയമം വെച്ച് വെറുതെ കൊടുത്തതാണത്. വനഭൂമിയും ഒക്കെ പതിച്ചു കൊടുത്തതാണ്. അപ്പോൾ പിന്നെ അവർ കയ്യേറി എടുത്തവരാണ്, വനം കൊള്ളയടിച്ചും ഒക്കെ പട്ടയം വാങ്ങിച്ചുമൊക്കെ. അപ്പോൾ ഈ ഇങ്ങനെയുള്ള സ്വത്തുക്കൾ മിടുക്കന്മാർ ഇടിച്ചു കയറി സ്വത്തുക്കളൊക്കെ സ്വന്തമാക്കുക. അപ്പോൾ മറ്റ് കുറേ പേർക്ക് 5 സെൻറ്റ് സ്ഥലം വീട് വയ്ക്കാൻ പോലും കഴിയാതെ ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ. ഡിസ്പാരിറ്റി ഓഫ് ഇൻകം എന്ന് പറയും. വലിയ അന്തരമാണ് അവിടെ സ്വത്തുക്കൾ തമ്മിലുള്ള. ഇതൊക്കെ കുറച്ചൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഈ ലോകത്ത് ജനിച്ചവർക്കെല്ലാം ജീവിക്കാൻ അവകാശമുണ്ട്. അവർക്കൊരു മാന്യമായ മിനിമം സ്റ്റാൻഡേർഡിൽ ജീവിക്കാനുള്ള ഈ സമൂഹത്തിൽ നിന്ന് കൊടുക്കുന്നതിന് തെറ്റില്ല. അവർ പലരും അധ്വാനിക്കുന്നവരാണ്. അധ്വാനിക്കാനുള്ള സാഹചര്യം പോലും ഉണ്ടാക്കി കൊടുക്കുന്നില്ല. ഇപ്പോൾ വഴിവാണിഭക്കാർ നമ്മൾ കാണുന്നുണ്ട്. അവർക്ക് വിൽക്കുന്ന ഇങ്ങനെ റോഡ് സൈഡിലൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫുട്പാത്തൊക്കെ ഒക്കുപ്പൈ എന്ന് പറഞ്ഞാൽ ചില സമയത്ത് അവർ ഓടിച്ചിളയിലായിരുന്നു പണ്ടൊക്കെ പരിപാടി. അപ്പോൾ ഇവർ ജീവിക്കാൻ പകലന്തിയോളം, ഇപ്പോൾ രാത്രി 8 മണിക്കും 9 മണിക്കൊക്കെ വരുമ്പോഴും മീൻ വിറ്റുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ലോട്ടറി വിറ്റുകൊണ്ട് കിടക്കുന്ന ആൾക്കാർ, അതുപോലെ വലിയ ഭാരമുള്ള ഇതും ചുമന്നുകൊണ്ട് നമ്മുടെ വീട്ടിൽ ഒക്കെ വന്നിട്ട് വിൽക്കുന്നവർ, സാധനങ്ങൾ വിൽക്കുന്നവർ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയുള്ള ദാരിദ്ര്യമുണ്ട്. ഈ ദാരിദ്ര്യം കാണാത്ത രീതിയിലാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിലെ നേതാക്കളൊക്കെ യാത്ര ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ വലിയ കാറിലും ലക്ഷറിയിലൊക്കെയാണ് യാത്ര ചെയ്തത്, പ്ലെയിനിലുമൊക്കെ. അപ്പോൾ ഇവരൊന്നും ഒരിക്കലും ആ ഒരു ലെവലിൽ നമ്മളെ പാവങ്ങളുടെ ഇതാണെന്ന് പറയുകയും ചെയ്യും. എന്നിട്ട് അവരെ കമ്മ്യൂണിസത്തിനെ അവർ നിർവചിക്കുന്നത് എതിരാളികളെ വകവരുത്തുക എന്നുള്ളതാണ്, മുതലാളിമാരെ ഇല്ലാണ്ടാക്കുക എന്നുള്ളത്. ഇങ്ങനെയുള്ള നെഗറ്റീവ് പാർട്ട് ഓഫ് കമ്മ്യൂണിസമാണ് അവർ വയ്ക്കുന്നത്. അപ്പം ഇതിനെ എന്നിട്ട് അത് വലിയ സംഭവമാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് കാരണം അവർ ഈ കൊള്ളയിലെ ഭാഗമാണ് ഇവരുടെ ഇതിൽ. പക്ഷേ ഒരുപാട് പാവങ്ങൾ ഇവിടെ ഉണ്ടെന്നുള്ളത് അവർക്ക് വേണ്ടിയുള്ള സ്കീമുകൾ ഉണ്ടാക്കുന്നുണ്ടോ അവർ? അപ്പോൾ ഒരു നല്ലൊരു അപ്പോൾ അതൊന്നും ഇല്ല. അപ്പോൾ അമേരിക്കയിൽ